പാർട്ടി തിരുത്തണമല്ലോ. പാർട്ടി എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നേതൃത്വം ഒരാളിൽ അധിഷ്ഠിതമായ പാർട്ടിയല്ലല്ലോ. സ്വാഭാവികമായും തുല്യനീതി ലഭിക്കാൻ വേണ്ടി പാർട്ടി തിരുത്തും. കാരണം ഞങ്ങളെ വളർത്തിയത് നമ്മളെ പാർട്ടിയല്ലേ. നേതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്നിലേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്ഥാനാർത്ഥി പട്ടിക 2 തവണ എഴുതിയപ്പോഴും സ്വതന്ത്രനെന്ന് എഴുതാനുള്ള അവസരം എനിക്കും എൻ്റെ പാർട്ടിക്കും എന്നിൽ ആകപ്പെട്ടിട്ടില്ല. അപ്പം കൈപ്പത്തി ചിഹ്നം കാണാതെ മറ്റുള്ള സ്വതന്ത്ര ചിഹ്നങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു വലിയ പ്രയാസമുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പാർട്ടി പോകില്ല. കാരണം ഞാൻ പറഞ്ഞു, അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി യോഗ്യനാണ്, ഞാൻ അയോഗ്യനാണ് എന്ന് തിരുത്തപ്പെട്ടാൽ മതി. സ്വാഭാവികമായി എനിക്ക് അയോഗ്യതയുണ്ട്. തോമാടിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റഷീദിന് അയോഗ്യതയുണ്ട്. അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് യോഗ്യനെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്വാഭാവികം അത് ആ ഒരു പറച്ചിൽ പോലും പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു പ്രതിഷേധം ഇതിനകത്തുണ്ട്. ഇത് പാർട്ടി തിരുത്തണമല്ലോ. പാർട്ടി എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നേതൃത്വം ഒരാളിൽ അധിഷ്ഠിതമായ പാർട്ടിയല്ലല്ലോ. സ്വാഭാവികമായും തുല്യനീതി ലഭിക്കാൻ വേണ്ടി പാർട്ടി തിരുത്തും. കാരണം ഞങ്ങളെ വളർത്തിയത് നമ്മളെ പാർട്ടിയല്ലേ. അപ്പോൾ സ്വാഭാവികം തിരുത്തലുകൾ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. 21 തവണയാണ് മറ്റുള്ള പാർട്ടിയിലെ അവിടെ മത്സരിക്കുന്ന ഘടകകക്ഷിയിലെ ആളുകൾ ഫോണിലൂടെ എന്നെ വിളിക്കാൻ ശ്രമിച്ചത്. ഞാൻ ആ ഫോൺ കോളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോരാട്ട ഭൂമിയിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്. ആ സമരത്തിന് മൃഗീയമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ പോലീസിന്റെ നരനായാട്ടിൽ എനിക്ക് ഇന്നും ജീവിച്ചിരിക്കുന്ന, ചിലപ്പോൾ പറയാൻ പറ്റുമെന്നറിയില്ല, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ പറയുന്നു. ഈ പറയപ്പെടുന്ന ഞാനിങ്ങനെ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ 21 തവണയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ എന്നുമായി ഫോണിൽ കോൺടാക്ട് ചെയ്യും. ആ ഫോൺ കോൾ ഒന്ന് എടുക്കാൻ പോലും, ഞാൻ പറഞ്ഞു വരുന്നത്, അത്രത്തോളം ഫോൺ കോൾ എടുക്കാൻ പോലും സമരസപ്പെടാൻ തയ്യാറാകാത്ത ഒരു പാർട്ടിക്കാരനാണ് ഞാൻ. കാരണം LDF-ൽ നിന്ന് മത്സരിക്കാൻ ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ അത് അംഗീകരിച്ചില്ല. ഇന്നലെയാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രഖ്യാപനം വരുന്നത്. ഇന്നലെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന അവിടെ മത്സരിക്കുന്ന CPM-ലെ ഘടകകക്ഷിയിലെ നേതാക്കന്മാർ എന്നെ കോൺടാക്ട് ചെയ്യുകയാണ്. അതാണ് എനിക്കുള്ള ഒരു ഉൾഭയം. അതായത് എന്റെ പാർട്ടി സ്വാഭാവികമായും എന്നെ പരിഗണിക്കില്ല എന്നത് ഞാൻ അറിയുന്നതിന് മുമ്പ് മറ്റുള്ള പാർട്ടിക്കാർ അറിയുന്നു എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഞാൻ വെക്കുന്നു. അവിടെയാണ് എന്റെ ചോദ്യം. ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് ജയിലിൽ കടന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന പരിക്കുകളോട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അറിയാത്ത കാര്യം മറ്റുള്ള പാർട്ടിക്കാർ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ എന്റെ പാർട്ടിയെ ഒരിക്കലും കുറ്റം പറയില്ല. എന്റെ പാർട്ടിയിലെ ചില ആളുകൾ ഇത്തരത്തിൽ, ഇത് തോമാട്ടിച്ചാൽ മേഖലയിൽ മാത്രമല്ല, ഇത് വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന സാധാരണ ബൂത്ത് പ്രസിഡന്റുമാരുടെ വികാരമാണ്, വാർഡ് പ്രസിഡന്റുമാരുടെ വികാരമാണ്. ദിവസമുണ്ട്. 3 ദിവസം എന്ന് പറയപ്പെടുന്നത് ചെറിയ ദിവസമല്ല. 3 ദിവസം എന്ന് പറയപ്പെടുന്നത് അത് പാർട്ടിക്ക് തിരുത്താനുള്ള ദിവസമാണ്. ഞാൻ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നതിലാണ്. ഇത് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, മാനന്തവാടി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ എന്റെ പ്രവർത്തകർ, സ്വാഭാവികം സഹപ്രവർത്തകർ ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ ആ ക്രൂശനെയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ എനിക്ക് പരാതിയില്ല. മറ്റു മേഖലയിലേക്ക് ഞാൻ പോയിട്ടില്ല. മറ്റു മേഖലയിൽ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ട സീറ്റ് എന്റെ നാടാണ്, എന്റെ വീടാണ്. എന്റെ വീടും നാടും കൂടുന്ന എന്റെ ഗ്രാമപ്രദേശത്ത് എന്തെങ്കിലും ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലാണ്. 10 മണിവരെ ആവശ്യപ്പെട്ട സീറ്റുകൾക്ക് കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ DCC-ക്കകത്ത് പോയി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തണമെന്നും കൃത്യമായി സ്ഥാനാർത്ഥികളെ വിലയിരുത്തണമെന്നും പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയവരാണോ എന്നതും പൊതു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നത് നിങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ ആ കാര്യങ്ങൾ കൂടി പാർട്ടിക്ക് വേണ്ടി വിജിലന്റ് ആവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. അന്ന് KSUവിന്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ട്. അവർക്കിന്ന് പരിഗണിച്ചിട്ടുണ്ട്. അവരും ആവശ്യപ്പെട്ട സീറ്റുകൾ വേറെയായിരുന്നു. പക്ഷേ അവരെ പരിഗണിച്ചത്, അവർ ആവശ്യപ്പെട്ട സീറ്റ് അവരെ പരിഗണിക്കുകയാണ്. അവർ മറ്റുള്ള മേഖലയിലേക്ക് മാറിയെങ്കിൽ പോലും ആ മേഖലയാണ് അവർ ആവശ്യപ്പെട്ടത്. എന്റെ നാട്ടിൽ എനിക്ക് അവസരം തന്നിട്ടില്ലെങ്കിൽ, എന്നെ വളർത്തിയ എന്റെ വീട്ടിനകത്ത് എന്റെ ഉപ്പ, എന്റെ ഉമ്മ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഭക്ഷണം വിളമ്പി തരുമ്പോൾ ഉമ്മ സ്വാഭാവികമായും ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുമെന്ന് കരുതും. ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുന്ന ഒരു സീറ്റുണ്ട്. ആ കസാരയിൽ വെച്ചാണ് നമുക്ക് ഭക്ഷണം വിളമ്പി തരാറുള്ളത്. സ്വാഭാവികമായും ആ കസാര എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്ന് പറയപ്പെടുന്നത് എന്റെ പാർട്ടി അർഹതപ്പെട്ടത് നമുക്ക് തരുമെന്നൊരു പരിഗണനയാണ്. ആ പരിഗണന ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെന്റാണ്. കൃത്യമായ ഈ മൂവ്മെന്റിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും.